ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് മൗനത്തിലാണെങ്കിൽ നിങ്ങളുടെ മൗനം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്ത് മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. 2 ഓഫ് വൺസ്, ലവേഴ്സ്, 2 ഓഫ് കപ്സ്, 5 ഓഫ് സോർട്സ്, ടെമ്പറൻസ്, 7 ഓഫ് പെന്റക്കിൾസ്, ക്യൂൺ ഓഫ് വൺസ്, 3 ഓഫ് വൺസ്. ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 2 ഓഫ് വൺസിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കൺഫ്യൂഷനിൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു വ്യക്തിയെ ഞാൻ ഈ ഒരു സമയത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ സമയത്ത് ഇപ്പോൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മൗനമായപ്പോൾ അവർക്ക് ഫീലിങ്സ് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ഹാർട്ട് എന്ന് പറയുന്നു, ഈഗോ വേറൊന്ന് പറയുന്നു. ചോയ്സ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു 2 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത് ഇതൊരു വൺ സൈഡഡ് ബന്ധമല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മ്യൂച്വൽ ഫീലിങ്സ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മൗനമായപ്പോഴാണ് ഇതൊരു സത്യമായ ബന്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു 2 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ മുൻപ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് മുൻപ് ഒരുപാട് സൈലൻ്റ് ആയിട്ട്, അതായത് പല സമയത്തും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം തരാതെ ഒരുപാട് സമയം ഈ ഒരു വ്യക്തി നിശബ്ദമായി ഇരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് വേദനിപ്പിച്ചതായിട്ടും കാണിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ വേദന കണ്ട് ഈ ഒരു വ്യക്തി വളരെയധികം ആസ്വദിച്ച ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ മൗനമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വേദന, അതായത് നിങ്ങൾ അനുഭവിച്ച അതേ വേദന ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയും അനുഭവിക്കുന്നു. ഇതാണ് നമുക്ക് ഈ ഒരു 5 ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച സമയത്ത് അവരുടെ ചിന്താഗതി എന്ന് പറയുമ്പോൾ അവർ ജയിച്ചു എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിരുന്നതായും അവർ അതിൽ വളരെയധികം ഒരു സന്തോഷം കണ്ടെത്തിയതായും ഒക്കെ ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നേരെ തിരിച്ച് സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മൗനമായിട്ട് ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാൻ തെറ്റായി പോയി, അല്ലെങ്കിൽ ഞാൻ തെറ്റായി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഈ ഒരു സമയത്ത് അവരിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഇവിടെ ഒരു പേഷ്യൻസ് പഠിക്കുന്ന ഒരു ടൈമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സ്വന്തം ഇമോഷൻസ് അവരിവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ വെയിറ്റ് ചെയ്യുന്നു, അതായത് പ്രതീക്ഷയോട് കൂടി വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു മൗനം വിട്ട് വീണ്ടും അവരുടെ അരികിലേക്ക് നിങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് അവർ ക്ഷമയോടുകൂടി നിങ്ങൾ വരുവാനായിട്ട്, നിങ്ങളുടെ ആ ഒരു മൗനം വെടിഞ്ഞ് നിങ്ങൾ വരുവാനായിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ ഒരു 7 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, അതായത് കുറച്ചുകൂടി ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾ തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ, അത്തരത്തിലുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളുടെ മൗനം അവരെ ഇവിടെ പേഷ്യൻസ് പഠിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മുൻപൊട്ടും തന്നെ ക്ഷമയില്ലാത്തിരുന്നൊരു വ്യക്തിയായിരിക്കാം ഇവർ. പക്ഷേ നിങ്ങളുടെ ഈ ഒരു മൗനത്തിലൂടെ അവർ ഒരുപാട് അതായത് ക്ഷമിക്കുവാൻ പഠിച്ച ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്യൂൺ ഓഫ് വൺസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രോങ് ആണ്, കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു ക്യൂൺ ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലൂടെ, ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾ മൗനമായപ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം വിലയുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളൊരു ബോധ്യം ഈ ഒരു സമയത്ത്
അവർക്ക് വന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം 3 ഓഫ് വൺസിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ഭാവിയിൽ വീണ്ടും നിങ്ങൾക്കരികിലേക്ക് വരാൻ ഇവർ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നതിന് ശേഷം വീണ്ടും നിങ്ങളോടൊത്ത് വീണ്ടും മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ശ്രമം നടത്തുന്നു. ആ ഒരു എനർജിയാണ് ഈ ഒരു 3 ഓഫ് വൺസ് നമുക്ക് വീണ്ടും പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ ഒരു ശ്രമം നടത്തുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മൗനത്തിലൂടെ ആ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഒരുപാട് ക്ഷമ പഠിച്ചതായിട്ട് ക്ഷമിക്കുവാൻ മറ്റുള്ളവരോടും ക്ഷമിക്കുവാനായിട്ട് പഠിച്ച ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.